എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ലൈൻസ് ആൻഡ് ആംഗിൾസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 6.2 എക്സസൈസ് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ എന്താണെന്നുള്ളത് നോക്കാം. അതായത് ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് ട്രയാങ്കിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആംഗിൾ സം പ്രോപ്പർട്ടി എത്രയാണ്? അതായത് ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടും. PQR എന്നുള്ള ഒരു ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന് നമുക്ക് 3 ആംഗിൾ ഉണ്ട്. ഇത് ആംഗിൾ 1, ഇത് ആംഗിൾ 2, ഇത് ആംഗിൾ 3. അപ്പോൾ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 ആണ് കിട്ടുക. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ആദ്യം എന്താണ് given PQR triangle, angle 1, angle 2 and angle 3 are 3 angles. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. 3 angles. To prove, നമ്മൾ ഇനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? To prove, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് angle 1 plus angle 2 plus angle 3 equal to 180 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തത് പ്രൂഫ്. അപ്പോൾ പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കൺസ്ട്രക്ഷൻ, നമ്മുടെ ട്രയാങ്കിൾ PQR. അപ്പോൾ ഈ QR-ന് പാരലായിട്ട് നമ്മൾ ഒരു XY എന്നുള്ള ലൈൻ വരയ്ക്കുന്നു. ഇത് QR-ന് പാരലായിട്ട് XY. അപ്പൊ നമ്മൾ എന്താ ചെയ്തത് എന്നുള്ളത് ഇവിടെ കൊടുക്കണം. കൺസ്ട്രക്ഷൻ ഡ്രോ XY parallel to QR through P. Pയിലൂടെയാണ് നമ്മൾ വരയുന്നത്. അതായത് ഡ്രോ XY parallel to QR through Pയിലൂടെ നമ്മൾ ഒരു ലൈൻ വരഞ്ഞു. അപ്പൊ ലൈൻ വരഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു ആംഗിൾ കിട്ടി. ഇത് ആംഗിൾ 4, ഇത് ആംഗിൾ 5. അപ്പൊ ഈ ആംഗിൾ 5, ഈ ആംഗിൾ 4. ഇനി നമ്മൾ ഇത് രണ്ടും, അതായത് ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ എന്താണ് നമുക്ക് ലീനിയർ പെയർ ആണ്. ലീനിയർ പെയർ ആവുമ്പോൾ ആംഗിൾ 4 പ്ലസ് ആംഗിൾ 1 പ്ലസ് ആംഗിൾ 5 ഈക്വൽ ടു 180 ആണ്. ലീനിയർ പെയർ ലീനിയർ പെയർ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് രണ്ട് പാരലൽ ലൈൻ, അതായത് XPYയും QR എന്നുള്ള രണ്ട് പാരലൽ ലൈൻ. രണ്ട് പാരലൽ ലൈന് രണ്ട് ട്രാൻസ്വേഴ്സൽ PQ ആൻഡ് PR ആർ ടു ട്രാൻസ്വേഴ്സൽ. അപ്പോൾ ട്രാൻസ്വേഴ്സൽ വരുമ്പോൾ ആദ്യം നമ്മൾ പറയാം XPYയും QR പാരലൽ ആവുമ്പോൾ ഇത് PQ എന്ന് പറയുന്ന ട്രാൻസ്വേഴ്സൽ അതിനെ കട്ട് ചെയ്യും. അപ്പോൾ അതിന്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് ആംഗിൾ 4 ഈക്വൽ ടു ആംഗിൾ 2 ആയിരിക്കും. അതുപോലെ ആംഗിൾ 5 ഈക്വൽ ടു ആംഗിൾ 3. ആംഗിൾ 5 ഈക്വൽ ടു ആംഗിൾ 3. അപ്പൊ അത് നമ്മൾ റീസൺ എഴുതണം. XPY പാരലൽ ടു QR. PQ ആൻഡ് PR ആർ ട്രാൻസ്വേഴ്സൽ. അങ്ങനെയാവുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ട്രാൻസ്വേഴ്സൽ ആയപ്പോൾ ആംഗിൾ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ്. ആംഗിൾ 4 ഈക്വൽ ടു ആംഗിൾ 2. അതായത് ഇതൊരു ട്രാൻസ്വേഴ്സൽ, ഇത് രണ്ട് പാരലൽ ലൈൻ ആവുമ്പോൾ ഇതിന്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് ആംഗിൾ 4ഉം ആംഗിൾ 2. അതുപോലെ ഇതൊരു പാരലൽ ഇതാണ് നമ്മുടെ ട്രാൻസ്വേഴ്സൽ എങ്കിൽ നമ്മുടെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് ആംഗിൾ 5ഉം ആംഗിൾ 3 ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയി. ഇനി നമ്മൾ ഇതിന്റെ പ്ലേസിൽ, അതായത് ഇത് രണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ, ഇതിന് നമ്മൾ 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആംഗിൾ 4ന്റെ പ്ലേസിൽ എന്ത് വന്നേ? ആംഗിൾ 2. അതുപോലെ ആംഗിൾ 5ന്റെ പ്ലേസിൽ എന്ത് വന്നേ? ആംഗിൾ 3 ഈക്വൽ ടു 180. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്ത്, ഇതിലൊന്നുമില്ല. നമ്മൾ ഇതിന് തിയറം പ്രൂവ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ഗിവൺ എന്താണെന്നുള്ളത് എഴുതുക. അതുപോലെ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത് എഴുതി. അതിനുശേഷം ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ലൈന് ഇതിന് പാരലായിട്ട് വരയണം. അതായത് QR-ന് പാരലായിട്ട് XY എന്നുള്ള ലൈൻ വരണം. Pയിൽ കൂടിയാണ് നമ്മൾ വരയുന്നത്. അതിനുശേഷം അപ്പോൾ അവിടെ രണ്ട് ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ആ 3 ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ആണെന്ന് പറയാം. അതിനുശേഷം PQ PR ഉം രണ്ട് ട്രാൻസ്വേഴ്സൽ ആണ്. PQ
പി ആറും ട്രാൻസ്വേഴ്സൽ ആയതുകൊണ്ട് അതിന്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ആ ആംഗിൾസിനെ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി എന്നുള്ളത് കിട്ടും. ഇനി നമുക്ക് എക്സ്റ്റീരിയർ ആംഗിൾ തിയറം പഠിക്കാം. എന്താണ് എക്സ്റ്റീരിയർ ആംഗിൾ? ഇപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ ഇത് തന്നെ നമ്മുടെ ട്രയാംഗിൾ പി ക്യു ആർ, ഇത് 1, ഇത് 2, ഇത് 3 നമ്മുടെ ആംഗിൾ. അപ്പൊ ഈ പി ആറിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് അപ്പോൾ എന്ത് കിട്ടി? ഇവിടെ നമുക്ക് ഒരു ആംഗിൾ ഉണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പോൾ ഇതിന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഈ എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പൊ ആദ്യം നമ്മൾ പറയാം, നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 ഈക്വൽ ടു 180. ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാംഗിൾ. റീസൺ ചെയ്ത് ആംഗിൾ സം പ്രോപ്പർട്ടി. ഇനി നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പി ആർ സ്റ്റാൻഡ്സ് ഓൺ ലൈൻ ക്യു ആർ ആവുമ്പോൾ ഇതൊരു ലീനിയർ പെയർ. എന്ത് കിട്ടി? ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 ഈക്വൽ ടു 180. ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. ഫ്രം 1 and 2 രണ്ടിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് എന്തുണ്ട്? 180 ആണ്. ഇത് ലീനിയർ പെയർ ആയതുകൊണ്ടാണ് നമുക്ക് 180 കിട്ടിയത്. ഇവിടെ രണ്ട് ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 180 ആയതുകൊണ്ട് ഫ്രം 1 and 2 നമുക്ക് എങ്ങനെ എഴുതാം? ഫ്രം 1 and 2 ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4. റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ. ഇവിടെ ആംഗിൾ 3യും ആംഗിൾ 3യും ക്യാൻസൽ ആയി. അപ്പൊ ആംഗിൾ 4 ഈക്വൽ ടു ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. അതായത് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിൾ ഈ ട്രയാംഗിളിന്റെ ഓപ്പോസിറ്റ് വരുന്ന രണ്ടിന്റെ സം ആയിരിക്കും. അപ്പൊ അതാണ് അടുത്ത ഇത് പറയുന്നത്. If the side of a triangle is produced, then the exterior angles so formed is equal to sum of the two interior opposite angles. Sum of the two interior opposite angles in the sum in equal ആയിരിക്കും ഒരു exterior angle. അതായത് if a side of a triangle is produced, then this angle equal to sum of the opposite interior angles ആയിരിക്കും. 2 ആംഗിളിന്റെ. ഇപ്പൊ ഈ ഭാഗമാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ സം ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഈ ഭാഗം നമ്മൾ വരും. അപ്പൊ ഈ ആംഗിളാണ് കിട്ടേണ്ടതെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും സം ആയിരിക്കും. ആംഗിൾ 3 പ്ലസ് ആംഗിൾ 1 ആയിരിക്കും. അപ്പൊ അത് കഴിഞ്ഞു. അടുത്തത് അതിൽ നമുക്ക് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ 1 അതായത് ഇൻ ട്രയാംഗിൾ പി ക്യു ടി പാരലൽ ടു പി ആർ, ഒരു ട്രയാംഗിൾ പി ക്യു ആർ തന്നിട്ടുണ്ട്. പി ക്യു ആർ ഇതില് ക്യു ടി പെർപെൻഡിക്കുലർ ടു പി ആർ, ആണ്. അപ്പൊ ഇത് ക്യു ടി പെർപെൻഡിക്കുലർ ടു പി ആർ. അതിനുശേഷം നമുക്ക് തന്നിട്ടുള്ളത് ടി ക്യു ആർ എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. ടി ക്യു ആർ 40 ഡിഗ്രി. ഇത് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടെ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതില് എസ് പി ആർ തന്നിട്ടുണ്ട്. എസ് പി ആർ ഇത് എസ്, അതായത് എസ് പി ആർ എന്ന് പറയുന്നത് 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഇത് വൈ, ഇത് എക്സ്. അപ്പൊ നമുക്ക് എക്സും വൈയും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ഇവിടെ ആദ്യം തന്നത് എഴുതിക്കോളൂ. ആംഗിൾ എക്സ് പി ആർ ഈക്വൽ ടു 30 ഡിഗ്രി. അതുപോലെ ആംഗിൾ ടി ക്യു ആർ ഈക്വൽ ടു 40 ഡിഗ്രി. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഇപ്പൊ ഈ ഒരു ട്രയാംഗിൾ എടുക്കുകയാണ്, ടി ക്യു ആർ. ഈ ട്രയാംഗിൾ അപ്പൊ നമ്മൾ ഏത് ട്രയാംഗിൾ എടുക്കുന്നത് അത് എഴുതുക. ഈ ട്രയാംഗിൾ ടി ക്യു ആറിൽ എക്സ് നമുക്ക് കിട്ടും. കാരണം ആംഗിൾ സം പ്രോപ്പർട്ടി നമ്മളിപ്പോൾ പഠിച്ച ഒരു ട്രയാംഗിളിന്റെ 3 ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. ഇത് ക്യു ടി പെർപെൻഡിക്കുലർ ടു പി ആർ ആയതുകൊണ്ട് ആംഗിൾ ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. അപ്പൊ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 90 പ്ലസ് 40 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 180 ആണ്.
അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 180 മൈനസ് 130 ദാറ്റ് ഈസ് ഈക്വൽ ടു 50. എക്സ് 50 കിട്ടി. എക്സ് 50 കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് y ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ ട്രയാങ്കിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ y എന്ന് പറയുന്നത് ഇതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ഇപ്പം ഈ ആംഗിൾ ഈ ട്രയാങ്കിൾ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് y എന്ന് പറയുന്നത് ഇതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. അപ്പം ഈ y എന്ന് പറയുന്നത് സം ഓഫ് ഓപ്പോസിറ്റ് ടു ഇന്റീരിയർ ആംഗിൾസ്. അപ്പോൾ 30 പ്ലസ് എക്സ് ആയിരിക്കും എന്ത് y. y ഈക്വൽ ടു 30 പ്ലസ് എക്സ് എന്ന് എഴുതാം. എക്സ് എത്രയാണെന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 30 പ്ലസ് 50 ഈസ് ഈക്വൽ ടു 80. അപ്പം എക്സ് 50യും y 80യും കിട്ടി. അപ്പോൾ സിമ്പിളായിട്ടുള്ളതാണ്. എന്തെല്ലാം കണ്ടുപിടിക്കേണ്ടത് നോക്കുക. നമുക്ക് തന്നത് ഗിവൺ എഴുതുക. അതിനുശേഷം ഏത് ട്രയാങ്കിളാണ് എടുക്കുന്നത് അത് ഏതെല്ലാം എന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ട് ചെയ്യാം. y എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആയതുകൊണ്ട് ഈ ട്രയാങ്കിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പോൾ അതിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള ആംഗിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ എക്സാമ്പിൾ 8. എക്സാമ്പിൾ 8 നമ്മുടെ ഫിഗർ എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെയാണ് ഉള്ളത്. ഇതിൽ ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി, ഇത് ഇ, പിന്നെ ഇത് ഒ, ഇത് എക്സ് വൈ സെഡ്. അതായത് ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ടു പ്രൂവ് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് angle BOC equal to 90 minus half of angle BAC എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് BOC ആണ് കിട്ടേണ്ടത്. BOC എന്ന് പറഞ്ഞാൽ ഈ ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. BOC കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ആംഗിൾ നമുക്കറിയാം. അതായത് CBO ആംഗിൾ CBO എന്ന് പറയുന്നത് ആംഗിൾ CBO ഈക്വൽ ടു ഹാഫ് CBEന്റെ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ബൈസെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ ദ സൈഡ്സ് AB ആൻഡ് AC ഓഫ് എ ട്രയാങ്കിൾ ABC ആർ പ്രൊഡ്യൂസ്ഡ് ടു പോയിന്റ്സ് E ആൻഡ് D റെസ്പെക്റ്റീവ്ലി ഇഫ് ബൈസെക്ടേഴ്സ് ഓഫ് BO ആൻഡ് CO ഓഫ് CBE ആൻഡ് BCD റെസ്പെക്റ്റീവ്ലി മീറ്റ് അറ്റ് പോയിന്റ് O. Then prove that BOC is equal to 90 minus half of BAC എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ ബൈസെക്ടർ ആണ്. അപ്പൊ CBO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഓഫ് CBE ആണ്. ആംഗിൾ CBE. ഇനി CBE എന്താന്നുള്ളത് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ CBE ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ആ 180 y മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ CBE കിട്ടും. അപ്പൊ ഹാഫ് ഓഫ് എന്ത് കിട്ടി? 180 മൈനസ് y. 180 മൈനസ് y ആണ് CBE എന്ന് പറഞ്ഞത്. CBE എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ CBE. ഈ ഇത്രയും ഭാഗമാണ് കിട്ടേണ്ടത്. ഇത് മൊത്തം 180 ആണ് ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ. അപ്പോൾ 180 ഈ ഭാഗം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CBE കിട്ടും. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്താൽ ഇനി 90 മൈനസ്, അതായത് 180/2 എന്ന് പറഞ്ഞാൽ 90 മൈനസ് y/2. അപ്പൊ അതോടെ ഇനി ഈ ആംഗിൾ കണ്ടുപിടിക്കാം. അതായത് BCO ആംഗിൾ BCO എന്ന് പറയുന്നത് ഈക്വൽ ടു ഹാഫ് ഓഫ് ഏതാണ്? BCD. ഹാഫ് ഓഫ് BCD ആണ് ആംഗിൾ BCO. നമ്മൾ ഈ ട്രയാങ്കിളിന്റെ ഈ രണ്ട് സൈഡും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ആദ്യം CBO കണ്ടുപിടിച്ച് ഇനി നമ്മൾ BCO ഈ ആംഗിൾ ഇപ്പൊ BCO എന്ന് പറയുന്നത് ഹാഫ് ഓഫ് BCD ആണ്. കാരണം CO ബൈസെക്ടർ ആണ്. അപ്പോൾ BCD എന്ന് പറയുന്നത് അതേപോലെ തന്നെ എഴുതുക. ഹാഫ് ഓഫ് 180 മൈനസ്, അതായത് ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ 180 മൈനസ് സെറ്റ് ആണ്. 180 മൈനസ് സെറ്റ് എന്ന് പറഞ്ഞാൽ 90 മൈനസ് Z/2. ഇനി നമുക്ക് കിട്ടേണ്ടത് ഇപ്പൊ ഇത്രയും കാര്യങ്ങളായി. അതായത് CBO എന്ന് പറയുന്നത് 90 മൈനസ് y/2, BCO എന്ന് പറയുന്നത് 90 മൈനസ് Z/2. ഇനി നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ BCO എടുക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ BCOയിൽ ആംഗിൾ സം പ്രോപ്പർട്ടി പ്രകാരം ഈ മൂന്ന് ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ CBO പ്ലസ് ആംഗിൾ BOC
പ്ലസ് ആംഗിൾ BCO ഈക്വൽ ടു 180. അപ്പൊ ഇതിൽ നമുക്ക് എന്താണ് കാണേണ്ടത്? BOC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ BOC എന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ മാറ്റിയെടുക്കാം. അതായത് 3 ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണ് കിട്ടി. ഇനി നമ്മളിപ്പോ CBO നമുക്ക് എത്ര കിട്ടിയ? 90 മൈനസ് y/2. 90 മൈനസ് y/2 പ്ലസ് ആംഗിൾ BOC പ്ലസ് BCO എത്ര കിട്ടിയ? 90 മൈനസ് z/2 ഈക്വൽ ടു 180. മൂന്നും കൂടി നമ്മൾ ആഡ് ചെയ്ത്, അതായത് ആംഗിൾ സം പ്രോപ്പർട്ടി, ഈ ഒരു ട്രയാങ്കിൾ എടുക്കുമ്പോൾ അതിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി 3 ആംഗിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 ആണ്. അപ്പൊ ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. 90 മൈനസ് y/2, 90 മൈനസ് z/2 അത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് 90 പ്ലസ് 90 180, ഇപ്പുറത്ത് 180 ഉണ്ട്. അപ്പൊ അത് ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ ആംഗിൾ BOC എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? മൈനസ് y/2 മൈനസ് z/2, ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് y/2 പ്ലസ് z/2 ആയി. അതായത് 1/2 ഇൻറ്റു y പ്ലസ് z ആയി. ഇപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇവിടെ 1/2 പ്ലസ് y പ്ലസ് z അല്ല. എന്താന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടത് 90 മൈനസ് 1/2 ഇൻറ്റു ആംഗിൾ BAC ആണ്. അപ്പൊ ആ y പ്ലസ് z നമുക്ക് ഇതിൽ നിന്ന് മാറ്റണം. അതായത് y പ്ലസ് z എന്ന് പറയുന്നത് ഇവിടെ നമ്മളെ ഈ ട്രയാങ്കിൾ ABCയിൽ എങ്ങനെയാണുള്ളത്? x പ്ലസ് y പ്ലസ് z ഈക്വൽ ടു 180 ആണ്. അപ്പോൾ y പ്ലസ് z എന്ന് പറയുന്നത് ഇവിടെ 180 മൈനസ് x ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആംഗിൾ BOC സബ്സ്റ്റിറ്റ്യൂട്ടിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ടിന് ഇക്വേഷൻ 1 കൊടുത്താൽ മതി ഇവിടെ. അപ്പൊ ആംഗിൾ BOC ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു y പ്ലസ് z എന്ന് പറയുന്നത് 180 മൈനസ് x ആയി. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ 90 മൈനസ് x/2, 90 മൈനസ് x/2 that is equal to 90 minus 1/2 into x എന്ന് പറയുന്നത് BAC ആണ്. ആംഗിൾ BAC കണ്ടില്ലേ? x. അപ്പോൾ that is equal to ആംഗിൾ BAC. അപ്പോൾ ആംഗിൾ BOC is equal to 90 minus half of BAC. ഇതിൽ ഇത്രയും കാര്യങ്ങളെ നിങ്ങൾ ഓർമ്മിക്കണ്ടോ? അതായത് നമുക്ക് BOC ഈ ആംഗിൾ BOC is equal to 90 minus 1/2 into ആംഗിൾ BAC എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ BOC അതൊഴികെ ഇതിലുള്ള ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ഈ ആംഗിൾ അതായത് CBO കിട്ടണം, അതുപോലെ BCO കണ്ടുപിടിക്കുക. അതിനുവേണ്ടി ഇവിടെ ബൈസെക്ടർ ആണ്. BOയും COയും ഇതിന്റെ ബൈസെക്ടർ ആണ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? CBO എന്ന് പറയുന്നത് ഹാഫ് ഓഫ് CBE എന്ന് പറയാം. ഈ CBE എന്ന് പറയുന്നത് 180 മൈനസ് y ആണ്. അതിൽ നിന്ന് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. അതുപോലെ BCO എന്ന് പറയുന്നത് ഹാഫ് ഓഫ് BCD ആണ്. BCD എന്ന് പറയുന്നത് 180 മൈനസ് z ആണ്. അപ്പൊ അതിൽ നിന്നും ഒരു ഇക്വേഷൻ കിട്ടും. ഇതിനെ നമ്മുടെ ഈ ട്രയാങ്കിളിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി നോക്കുക. അത് ഷോർട്ട് ആക്കി കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? BOC എന്ന് പറയുന്ന ഹാഫ് ഓഫ് y പ്ലസ് z കിട്ടും. ഇനി അതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യേണ്ട. അതുകൊണ്ട് അപ്പൊ ഈ ട്രയാങ്കിൾ എടുക്കുക. ഈ ട്രയാങ്കിളിൽ x പ്ലസ് y പ്ലസ് z എന്ന് പറയുന്നത് 180 ആണ്. അതിൽ y പ്ലസ് z എന്ന് പറയുന്നത് 180 മൈനസ് x ആണ്. അത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ അത് ഷോർട്ട് ആക്കുമ്പോൾ നമുക്ക് 90 മൈനസ് x/2 കിട്ടും. ഈ x എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ BAC ആണ്. അപ്പൊ ആംഗിൾ BOC ഇസ് ഈക്വൽ ടു 90 മൈനസ് 1/2 ഇൻറ്റു ആംഗിൾ BAC. അപ്പോൾ അതുപോലെ ചെയ്യാം. എക്സസൈസ് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.